ഭയങ്കര ഡയൂറിറ്റിക് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ഇതിന് മൂത്രളമാണ്, അതുപോലെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. അഗ്നിമാന്ദ്യം ഉള്ളവർക്കൊക്കെ ചുവന്നുള്ളി കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദഹനം നല്ലോണം നടക്കുന്നതിന്, ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന്, അഗ്നിമാന്ദ്യത്തെ കളഞ്ഞിട്ട് ഉഷ്ണവീര്യമായതുകൊണ്ട് ജഠരാഗ്നിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു, ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇൻഡൈജഷനും ദഹന തകരാറൊക്കെ ഉള്ളവർക്ക് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതും, അതുപോലെ ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിലും നമുക്ക് ചുവന്നുള്ളി ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. പല ഔഷധങ്ങളും ദഹനം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള പല ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ചുവന്നുള്ളി ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഭക്ഷണത്തിൽ ഇത് ചേർക്കുന്നത് രുചിക്ക് മാത്രമല്ല, മണത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ദഹനശക്തിയും ദഹനം ശരിയാവണ്ണം നടക്കുന്നതിന്, ജഠരാഗ്നി ബലം വർദ്ധിപ്പിക്കുന്നതിന് ഒക്കെ കൂടി വേണ്ടിയാണ് ചുവന്നുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ മറ്റൊരു സംഗതി, ഹൃദയത്തിന്റെ ആ സങ്കോച വികാസ പ്രവർത്തനം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നടക്കുന്നതിന്, ത്വരിതഗതിയാക്കുന്നതിന് സഹായകരമാവുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു. ഹൃദ്രോഗവുമായിട്ട് പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ചുവന്നുള്ളി ഉൾപ്പെടുത്തുന്നത് സഹായകരമായിരിക്കും. ഇനി സ്ത്രീകളെ സംബന്ധിച്ചുണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങളുടെയും ഒരു പ്രധാന കാരണം ഇറഗുലർ സൈക്കിൾസ് അല്ലെങ്കിൽ